ഞങ്ങൾ നാളെ ഇവളുടെ തലയിൽ ഒരു കൂടാരം പണിയും. കുഞ്ഞി ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നതെ ഈ ഒരു അറ്റയുള്ള കുറേ നാളായി ഞാനൊരു ഹോം വ്ളോഗ് ചെയ്തിട്ടില്ലേ. ഇന്ന് വീട്ടിലാണ് കേട്ടോ. സാധാരണ ഒരു ദിവസമല്ല, ഇന്നൊരു സ്പെഷ്യൽ ആളുണ്ട്. കണ്ട, ഇയാളെ ഞങ്ങൾ ഈ രീതിയിലാക്കി എടുത്തേണ്ട വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്യാമേ. കുഞ്ഞിക്ക് ഇന്ന് കിഡ്സ് ഫെസ്റ്റിന്റെ കോമ്പറ്റീഷനാ സ്കൂളിൽ. ചിൽഡ്രൻസ് ഡേ ആണ് ഇന്ന്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ കുഞ്ഞി. അപ്പൊ കുഞ്ഞിക്ക് ഇന്ന് നാടോടി നൃത്തമുണ്ട്, പിന്നെ ഫാൻസി ഡ്രസ്സും ഉണ്ട്. അപ്പൊ അതിന് ഡ്രസ്സ് ഉച്ച കഴിഞ്ഞിട്ട് വന്നതാ. അപ്പൊ കുഞ്ഞിനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോണം. പിന്നെ ഇന്ന് ഞങ്ങള് PTA ഉണ്ടായിരുന്ന PTA മെമ്പേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ അവരെയൊക്കെ കാണിച്ചിട്ട് അവിടെ പോകുമ്പോ. അപ്പൊ അത് കാരണം ഞാൻ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും കുഞ്ഞിനെ ഒരുക്കുന്ന വീഡിയോന്റെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് വായോ, എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. അപ്പോൾ നാടോടി നൃത്തത്തിന് ഒരുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ടാസ്ക്. അത് ഇച്ചിരി ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞിയുടെ മുടി ഇങ്ങനെ ഭയങ്കര സിൽക്കി ഹെയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ കെട്ടാൻ എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഐഡിയ വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ അതിൻ്റെ ഒരു ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷഞ്ജുനെ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ബ്ലൗസൊക്കെ അവൾ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ ഒരു ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിൻ്റെ ദിവസത്തെ ഒരു ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം ഒരു ട്രയലൊക്കെ നോക്കി എങ്ങനെ മുടി സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ആമിയായിരുന്നു എൻ്റെ ഒരു ഇര. പക്ഷെ അവൾ അങ്ങോട്ട് വളർന്ന് വലുതായപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതൊന്നും തന്നെ ഇപ്പം മുതലിന് പിടിക്കില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും വേറെ രീതിയാണ് അവരുടെയൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, അത് ചെയ്യാൻ പറ്റിയ രീതി തന്നെ കിട്ടിയ പോലെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ പ്രോഗ്രാമിൻ്റെ ദിവസം ഷഞ്ജിനിയും മിന്നും കുഞ്ഞും കൂടെ കാലത്തൊരു 8:45 ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. മിന്നു ഇവിടെ ആമിയുടെ കൂടെയാണ് കേട്ടോ അന്ന് അവരുടെ സ്കൂൾ ബസ് കയറിയത്. അപ്പോൾ അഭിചാറിൻ്റെ ലഞ്ച് ബാഗും ആമിയുടെ ലഞ്ച് ബാഗും ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഒരുക്കാൻ നിന്നത്. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ബ്ലൗസും മുണ്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ മേക്കപ്പൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ആമി ഒക്കെ ഉണ്ടല്ലോ, ആമി LKG പഠിക്കുമ്പോൾ അന്ന് അഭിചേട്ടൻ ദുബായിലായിരുന്നല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ സമയമുണ്ട്. അപ്പോൾ ഷീല ടീച്ചറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഡാൻസ് അറിയാലോ, അപ്പോൾ പിന്നെ ഒന്നും മോളെ പഠിപ്പിച്ച് കോമ്പറ്റീഷൻസിൽ പങ്കെടുപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് മെനക്കെടണ്ടേ എന്നുള്ള ആലോചിച്ചിട്ടായിരുന്നു. പക്ഷെ അന്ന് തുടങ്ങിയതാണ് ആമിയുടെ ഒരു കലാപരമായുള്ള ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. സേക്രഡ് ആർട്സ് സ്കൂളിൽ നിന്നാണ് ആമിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് ഷീല ടീച്ചറാണ്, അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും ഷീല ടീച്ചർക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ആമീനെ അന്ന് ഫോക്ക് ഡാൻസും ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കാനൊക്കെ ചേർത്തത്. എനിക്ക് അവളിലൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഞാൻ അവളുടെ ആ ഒരു പ്രായത്തിലാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മാലപ്പടക്കം പോലെ പിടിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് മിന്നും അവിടെ തന്നെയാണ് പഠിച്ചത്. കുഞ്ഞി അവിടെയാണ്. കുഞ്ഞൊക്കെ അവിടുത്തെ ഒരു കുഞ്ഞി റൗഡിയാണ്. മാത്രമല്ല ഇവരെല്ലാവരും എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കും. അതിൽ മാറ്റി നിർത്താവുന്ന ഒരാൾ ആദികൂട്ടനാണ് കേട്ടോ. അവനങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അവൻ അഭിചേട്ടൻ്റെ പോലെയാണ്. അവൻ്റേതായ ഒരു വേറെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവനൊരു മടിയാണ്, അത് പഠിക്കാനൊക്കെ ആയിട്ടുള്ളൊരു മടിയുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞിയുടെ മുഖത്ത് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരത്തിന് പങ്കെടുത്തപ്പോൾ കുഞ്ഞിപ്പോൾ UKGയിലാണല്ലോ, LKGയിൽ പഠിക്കുമ്പോൾ ഒരു മേക്കപ്പിൻ്റെ കുറവ് അന്നത്തെ പ്രോഗ്രാംസിൽ തോന്നിയായിരുന്നു എന്ന് ഇവളുടെ ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് മേക്കപ്പിലൊന്നും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ബേസ് കുറച്ചൊരു ഫീല് വേണമല്ലോ ഡാൻസിനാവുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. നമ്മളിപ്പോൾ ഡാൻസേഴ്സ് ഒന്നും ഇല്ലല്ലോ, നമ്മളിപ്പോൾ ദിവസവും ഡാൻസ് പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ മേക്കപ്പ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് നാശമായി പോവല്ലോ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുഞ്ഞിയുടെ മുഖത്ത് ചെയ്തത്. അങ്ങനെ ഞാൻ നന്നായി ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു, കണ്ണൊക്കെ എഴുതി കൊടുത്തു. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയായിരുന്നു. എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഷഞ്ജിനെ ടെൻഷനായതുകൊണ്ട് ഷഞ്ജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കണ്ണും പിരികനൊക്കെ നല്ലോണം നീട്ടി അങ്ങോട്ട് എഴുതി. എൻ്റെ മസ്കാരയൊക്കെ ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. ഐ ഷാഡോയൊക്കെ മിക്സ് ചെയ്ത് ഐ ഷാഡോസ് ഇട്ട് കൊടുത്തു. വലിയ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ കുഞ്ഞിനെ റെഡിയാക്കിയിട്ടപ്പോൾ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ശരിയാവണില്ല എന്ന് തന്നെ. പക്ഷെ സമയമെടുത്ത് പതുക്കെ ചെയ്തപ്പോൾ അത് അങ്ങോട്ട് ബ്ലെൻഡായി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലോ മേക്കപ്പ് ചെയ്യാനായിട്ട് ഡാൻസിൻ്റെ. ഈ പ്രായത്തിലല്ലെങ്കിലും പിള്ളേർക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. ആമിക്കും ഈ പ്രായത്തിൽ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കുഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഭംഗിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോലും ഇത്ര മെനക്കട റെഡി ആവില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ടല്ലാണ്ട് നമ്മൾ പോയി കണ്ണാടിയിലൊന്നും നോക്കാറില്ല. പിന്നെ ഞാൻ നല്ല റെഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാൻസ് ആയതുകൊണ്ടാണ്. ഡാൻസിനാകുമ്പോൾ നല്ല രസം തോന്നണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ലിപ്സ്റ്റിക്ക് മുടി കെട്ടല് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ മുടി നോക്കി മുടി മറ്റേ അമ്മക്കെട്ട് പോലത്തെ ഒരു കെട്ട് ബാക്കിൽ എവിടെയെങ്കിലും വരണം. അത് ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. തലയിൽ നിറച്ച് ഈർക്കിൾസിലിട്ട് കുത്തിയിട്ടാണ് കേട്ടോ അത് ശരിയാക്കിയത്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് സമയമായോ എന്ന്. അപ്പോൾ 9:30 ആകുമ്പോൾ സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ 9:30 ആണ് കേട്ടോ ഇവിടെ നിന്ന് പോയപ്പോൾ. എന്നാൽ വെച്ചാൽ ഇത്ര നേരത്തെ ഈ പിള്ളേരെ എണീപ്പിച്ച് ഒരുക്കാന്നൊക്കെ പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നടുവിൽ വലിയൊരു പൊട്ട് തൊട്ട് കൊടുത്തു. അതിന് ചുറ്റും നമ്മുടെ മറ്റേ ചാന്ത് പൊട്ടിൻ്റെ പല കളേഴ്സ് വരുന്നതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചുറ്റും ഞാനിങ്ങനെ ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നോക്കട്ടെ കുഞ്ഞിനെ. സുന്ദരിയുണ്ട് കുഞ്ഞി, സുന്ദരി. ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ മുതുകെട്ടലും അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ എല്ലാ മുടിയൊക്കെ ഒതുക്കി എങ്ങനെ കുഞ്ഞു മുടികൾ ഇങ്ങനെ സ്ലൈഡ് കുത്തി ഒതുക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേരൻ്റെ ഹെയർ ജെൽ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മുടെ സാധാരണ ഇർക്കിളി സ്ലൈഡ് ഉണ്ടല്ലോ അത് കുത്തി മുടിയൊക്കെ ഒതുക്കി വെക്കുക തന്നെയാണ് കേട്ടോ ചെയ്തത്.
കുഞ്ഞിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ കാണാൻ? കുഞ്ഞിക്ക് അത് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ചിലവർക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ അങ്ങനെ സ്യൂട്ട് ആവാറില്ല. പക്ഷെ കുഞ്ഞിക്ക് അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ള ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു റെഫറൻസ് കുഞ്ഞി നോക്കി പഠിച്ച അതിൽ ആ പെൺകുട്ടി ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനോട്ട് ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. ഫോക്ക് ഡാൻസിനായതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ അതിനൊരു പ്രത്യേക ലുക്കല്ലേ കാണാനായിട്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ ഒരുവിധം ലാസ്റ്റ് സ്റ്റേജിലോട്ട് ആയി തുടങ്ങി. പിന്നെ ഇങ്ങനെ തോർത്ത് ഇങ്ങനെ ചുറ്റിയാൽ മതിയായിരുന്നു. അതൊക്കെ ബാക്കി ചെയ്യാണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാക്സിമം പിന്നും ഇതൊക്കെ വെച്ചിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദൂരിപ്പോവരുതല്ലോ. കണ്ണാടി നോക്കിയേ. ആരാത്? കുഞ്ഞു പോയി. കുഞ്ഞിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താ കോലല്ലേ കാലത്ത്. ഒക്കെ നേരം വൈകി. ഞങ്ങളൊരു 8 മണി 8:15 പൊരിക്കാൻ തുടങ്ങിയത് അവളെ. സമയം പോയി. വീട് വേഗം പണികൾ ഒതുക്കിയിട്ട് പോവാം. പാത്രം അതിൻ്റെ ഇടയിലാണ് കുഞ്ഞിന് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. നമുക്ക് വേഗം പണികൾ ഒതുക്കിയിട്ട് പോവാൻ നോക്കട്ടോ. അയ്യോ, ഈ സമയം വിളിക്കാൻ എൻ്റെ പണികൾ ഒതുക്കണത് ആവശ്യം. നേരം വൈകി. പിന്നെ ഇപ്പം നേരം വൈകൽ നമുക്കിപ്പോൾ ഒരു പുത്തരിയല്ലല്ലോ. ഞാൻ എവിടെയും നേരം വൈകൽ അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മൊത്തത്തിലൊരു ലാഗ് വരുന്നത്. പിന്നെ കുറച്ച് ദിവസമായില്ലോ നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ചയൊന്നും എനിക്കങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആമിയുടെ റവന്യൂ ജില്ലാ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ബിസി ആയിപ്പോയി. പിന്നെ എനിക്ക് ആരി വർക്കിൻ്റെ കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയും പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്കതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒക്കെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആരി വർക്കിൻ്റെ എന്താ പറയുക പ്രൊജക്റ്റും അല്ലെങ്കിൽ റെക്കോർഡ് വർക്ക് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്ത് പോകണമെന്നുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ ഒന്നിനും ഇപ്പോൾ സമയമില്ലാതെ. അതെന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഈ സ്ലോ വർക്കിംഗ് ആണ് ഒരു മെയിൻ കാരണം. അത് എനിക്ക് സ്പീഡാക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് സ്പീഡിൽ അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര കുറേ കാര്യങ്ങൾ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? അതെങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത്? എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കച്ചറ പോലെ ഇട്ടിട്ട് പോകാൻ ഇഷ്ടമില്ല. അതാണ് എൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതൊക്കെ ഒതുക്കി വെച്ച് വീടൊക്കെ നീറ്റാക്കി വെച്ചിട്ട് എവിടെയും കാലത്ത് പോകാനേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതാണ് കുറേയൊക്കെ ഞാൻ നേരം വൈകുന്നേരം കാരണങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എത്തി. ഇപ്പോൾ കുഞ്ഞിയുടെ നമ്മൾ നേരത്തെ പോകുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മാത്രമേ ചുറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭരതനാട്യത്തിൻ്റെ ഓറഞ്ച് കളറിലുള്ള ആ തൊടുത്തിൻ്റെ ഇതും കൂടി എടുത്തോണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കനകാമ്പുരം അതന്നെ. പിന്നെ ഈ കളിക്കാൻ പോകുന്ന ആൾ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് ബോയ് ആണോ ഗേളാണോ?
ഇപ്പം ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും അതൊരു ആൺകുട്ടിയാണ് കേട്ടോ. ആൺകുട്ടീനെ നല്ല രസമായിട്ട് പാത്തുമ്മിയായിട്ട് ഒരുക്കിയിട്ട് അവൻ്റെ ഡാൻസാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കേ. അങ്ങനെ കുഞ്ഞിയുടെ ഡാൻസിൻ്റെയും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആമിയുടെ ഫ്രണ്ട്സൊക്കെ വന്ന് പോയായിരുന്നു കേട്ടോ കുഞ്ഞിനെ കണ്ടിട്ട്. അപ്പം ഞാൻ അവർക്കൊക്കെ എൻ്റെ മേക്കപ്പും എൻ്റെ മേക്കപ്പ് അല്ല, ഞാൻ ചെയ്ത മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പിള്ളേർക്ക് ഓരോ ട്രോഫിയും ഒരു ലോലിപോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ കുഞ്ഞിക്കിനി ഫാൻസി ഡ്രസ്സും കൂടി ഉണ്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോഴേക്കും വരണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ PTA ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. ഇതാണ് ഞങ്ങളുടെ PTA-യിലുണ്ടായിരുന്ന ചേട്ടന്മാർ. പിന്നെ അതായത് ഡെൽമ, മഞ്ജു, അനാമി ഇവരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് സ്റ്റേഫി വന്നിട്ടുണ്ടായിരുന്നത്. വീണയ്ക്ക് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് PTA-യിൽ ഞാനവിടെ ചേർന്ന പിന്നെയാണ് കേട്ടോ. PTA-യിൽ ചേർന്ന് പറഞ്ഞാൽ മോൾ അവിടെ 1ാം ക്ലാസ്സിൽ ചേർന്ന പിന്നെ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സിനെ. അപ്പോൾ അഭിചേട്ടൻ ആ സമയത്ത് ദുബായിലായിരുന്നു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോണ്ടല്ലോ നല്ല രസമാണ്. അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഉച്ച വരെയുള്ള സമയം ഞങ്ങളിങ്ങനെ ഷേക്ക് കുടിക്കാനും അങ്ങനെയൊക്കെ പോയി കറങ്ങി നടക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഒരുമിച്ചൊക്കെ പോകും. അങ്ങനെ ഒരു കൂട്ടം ഫ്രണ്ട്സിനെ കിട്ടിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ ഇത്രമാത്രം വർത്താനമൊന്നും പറയായിരുന്നില്ല കേട്ടോ ചേട്ടന്മാരുടെ അടുത്തൊന്നും. പക്ഷെ പിന്നീട് ഗ്രാജുവലി നല്ല കമ്പനിയായി വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആദ്യം ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എരിവലിച്ചിരിക്കുക കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പോർഷൻ ഞാൻ ഉള്ളും കഴിച്ചു. പക്ഷെ മറ്റേത് കഴിക്കാനുള്ള താങ്ങാൻ പറ്റുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സൂപ്പ് കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബിരിയാണി പറഞ്ഞേണ്ടെന്നൊക്കെ കരുതി പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിച്ചത്. എനിക്കിപ്പോൾ കറൻ്റ്ലി ഇങ്ങനെ ബിരിയാണി, ഫ്രൈഡ് റൈസ് പോലത്തെ ഫുഡൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ടും കുറേ നേരം കത്തി വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ തിരിച്ചു പോയത്. അങ്ങനെ ഞാൻ വരുമ്പോഴേക്ക് കുഞ്ഞിയുടെ ഫാൻസി ഡ്രസ്സിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തെ ഡയലോഗ് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞ് നന്നായി ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഡാൻസിനിടുന്ന ആൾട്ടി ഉണ്ടല്ലോ അതാണ്. അങ്ങനെ ആമിയുടെ ഫ്രണ്ട്സൊക്കെ ഡാൻസിൻ്റെ സമയത്തും ഫാൻസി ഡാൻസിൻ്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒക്കേനും കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് പിള്ളേരൊന്നും ക്ലാസ്സിൽ കയറുന്നില്ല. മെയിൻലി ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം ആമി ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ടാവും കേട്ടോ. കാരണം മത്സരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞിയുടെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതൊന്നും ഇടാൻ പറ്റില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. പിന്നെ അവിടെ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. കുഞ്ഞിക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. എനിക്ക് കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അഭിചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിലോട്ട്, എന്തോ കാര്യം തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ആദ്യം വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് കാലത്തോടെ എത്തണമായിരുന്നു. അങ്ങനെ ഞാൻ ആമിയുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ വർത്താനം പറയുന്നതാണ് കേട്ടോ. ആദ്യം വന്നു ഗൈസ്. ഇവനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീണ്ടും അവളെ വിളിക്കാൻ പോണം. അവള് സ്കൂളിൽ നിന്ന്
അങ്ങനെ എനിക്കന്ന് കുറേ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബിസിയുള്ള ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം ട്യൂഷൻ വിളിക്കാൻ വന്നു കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നു കേട്ടോ. ഞാൻ അഭിചേട്ടനും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചേട്ടൻ്റെ അനിയൻ്റെ സ്നേഹപ്രകടനമാണ് കാണുന്നത്. പിന്നെ വീഡിയോ കണ്ടപ്പോൾ കുഞ്ഞുവിൻ്റെ മുഖം തിരിക്കലും കാര്യങ്ങളും കണ്ടില്ല ഗൈസ്. ഇപ്പോഴും അവൻ സെറ്റായിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോൾ ഞാൻ മെയിൻലി അവനെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു കലോത്സവ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.